വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്ന് പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പുഡിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇതെന്തായാലും ഉപകാരപ്പെടും, കണ്ടു നോക്കുക കേട്ടോ. ആ ഒരു മിസ്റ്റേക്കിനെ പെർഫെക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ. ഇത് നമുക്ക് കേക്കിൻ്റെ ആക്സസറീസൊക്കെ വാങ്ങുന്ന ആ ഒരു കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നെസ്റ്റോയിലൊക്കെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവർ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുഡിങ് സെയിൽ ചെയ്യാറുള്ളതും ഈ ഒരു കേക്ക് മോഡലിലുള്ള പുഡിങ് സെയിൽ ചെയ്യുന്നതും ഈ ഒരു കണ്ടെയ്നറിലാണ്. ഇന്ന് മാംഗോയും വാനിലയും കൂടി ചേർത്തിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള പുഡിങ്ങാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അത് ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. പുഡിങ് ഞാൻ അധികവും സിലിക്കോണിൻ്റെ മോൾഡിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ചൈന ഗ്രാസ് വെച്ചിട്ടുള്ള പുഡിങ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അത് സോക്ക് ചെയ്തെടുക്കുന്നത്. 1/2 ലിറ്റർ പാലിലുള്ള പുഡിങ്ങാണ് ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഡബിൾ ലെയർ പുഡിങ്ങാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇനി 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 400 ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ, മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയും മിൽക്ക് മേഡൊക്കെ ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാംഗോ വെച്ചിട്ടുള്ള പുഡിങ്ങാണ്, ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ മിൽക്ക് പുഡിംഗ് ആണ്. അതിലേക്ക് നമ്മൾ മാംഗോൻ്റെ ചെറിയ ചെറിയ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയറാണ് നമ്മൾ ഈ ഒരു മാംഗോ പൾപ്പ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ആദ്യത്തെ ലെയറിനുള്ള ആ ഒരു പുഡിങ്ങിനുള്ള പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പാൽ അടുപ്പിൽ വെച്ച് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ചൈന ഗ്രാസും വെച്ച് കൊടുക്കുക. രണ്ടും ഒരേ സമയം തന്നെ റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ പാല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും മെൽറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു പുഡിങ് പിരിഞ്ഞു പോവാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു സമയമാണിത് കേട്ടോ. നമ്മൾ ചൈന ഗ്രാസ് പാലിലേക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചൈന ഗ്രാസ് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ചൈന ഗ്രാസ് പാലിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് കുറവുണ്ടായിരുന്നു, കുറച്ചും കൂടി ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ടെയ്നറിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുള്ള മാംഗോ ഉണ്ട്, അതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാല് അടുപ്പിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പൾപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പൈനാപ്പിൾ, സ്ട്രോബെറി, മാംഗോ ഇതൊക്കെ പെട്ടെന്ന് പാല് പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതിലൊരു പുളിരസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പാലിൻ്റെ മിക്സ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ആ ഒരു പാലിൻ്റെ മിക്സ് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുക കേട്ടോ. അരിച്ച് ആ ഒരു ഫസ്റ്റത്തെ ലെയർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരണം. അതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ചൈന ഗ്രാസ് വെച്ചിട്ട് ഉണ്ടാക്കിയ പുഡിങ് ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്താൽ മാത്രമേ അത് സെറ്റായിട്ട് വരാറുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റത്തെ ലെയർ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലെയർ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാംഗോ പൾപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന്.
അതിന് വേണ്ടിയിട്ട് മാംഗോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ പുഡിംഗ് ഉണ്ടാക്കുന്നതും ഫസ്റ്റ് ഉണ്ടാക്കിയ അതേ സെയിം മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഈ ഒരു 2 ലെയർ പുഡിംഗ്, അതായത് 1 ലിറ്റർ പാൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഈ മൊത്തം പുഡിങ്ങിലേക്കും കൂടി ചെറിയ 4 മാംഗോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 എണ്ണം മതി. ചെറുത് 4 എണ്ണമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ രണ്ടാമത്തെ ലെയറിനുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുളിയുള്ള ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ ഈ ഒരു മിൽക്ക് ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമേ അതിലേക്ക് ആ ഒരു ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് ചേർക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഇറക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഈ ഒരു മാംഗോൻ്റെ പൾപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാംഗോ പൾപ്പ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പൾപ്പൊക്കെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് മിക്സായിട്ട് കിട്ടും. ഇപ്പോൾ ദാ ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ ലെയർ സെറ്റ് ആയതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയറിലേക്കുള്ള പുഡിംഗ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ താഴത്തെ പുഡിങ്ങിൻ്റെ ലെയർ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറിനുള്ള പുഡിങ് ചൂടോടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ താഴത്തതും കൂടി മെൽറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ലെയറിനുള്ള പുഡിങ് എപ്പോഴും ആ ഒരു ചൂടൊന്ന് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു വെക്കണ്ട. ചൈന ഗ്രാസ് വെച്ചുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലൊക്കെ ആകുമ്പോൾ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ദാ ആദ്യത്തെ ആ ഒരു ലെയറിൽ ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലെയർ പുഡിങ് സെറ്റായതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നേരത്തേക്ക്. ഇനിയിപ്പോൾ ദാ രണ്ടാമത്തെ ലെയർ പുഡിങ് ആ ഒരു ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് ജലാറ്റിൻ വെച്ചിട്ട് ഈ ഒരു മോഡലിൽ നമ്മൾ കേക്കിൻ്റെ മോഡലിലായിട്ട് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിൽ ചൈന ഗ്രാസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആകുമ്പോഴത്തേക്ക് സെറ്റായിട്ട് വരും കേട്ടോ. പക്ഷേ ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചാൽ മാത്രമേ അത് സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ലെയറായിട്ടുള്ള പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ 2 ലെയറായിട്ടുള്ള പുഡിങ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ, പിറ്റേ ദിവസമാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു വീഡിയോ എനിക്ക് സ്കിപ്പായി പോയതാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീമോൾഡ് ചെയ്ത സമയത്ത് ആ രണ്ടാമത്തെ ലെയറില്ലേ അത് മുഴുവനായിട്ട് കറക്റ്റായിട്ട് വന്ന്, പക്ഷേ ആദ്യത്തെ ലെയർ ഇതുപോലെ കട്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് ഒന്ന് നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പം ജലാറ്റിനെക്കാട്ടും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു മോൾഡ് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അത്. അല്ലെങ്കിൽ കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്താൽ മതിയായിരുന്നു ആ ഒരു മോൾഡിൽ. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു മോൾഡിൽ നിന്ന് ആ ഒരു ലെയർ പുഡിംഗ് അല്ല ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്ന് ആ ഒരു മാംഗോൻ്റെ പീസസൊക്കെ കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെ ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് സെയിൽ ചെയ്യാനുള്ള പുഡിംഗ് ആയിരുന്നില്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്നും കൂടി ഒന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ചൈന ഗ്രാസ് വെച്ച് ചെയ്തുകൊണ്ട് രണ്ടാമത് നമ്മളിത് ചൂടാക്കിയിട്ട് ലെയറാക്കിയിട്ടുണ്ടെങ്കിലും സെറ്റായിട്ടൊക്കെ കിട്ടും നമുക്ക്. പക്ഷേ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ക്രീമി ടെക്സ്ചറിലാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പുഡിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വീണ്ടും അതിനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇത് വീണ്ടും ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത് കിട്ടിയിട്ടുള്ള ആ ഒരു പുഡിങ്ങിൻ്റെ ലെയർ ഉണ്ടായിരുന്നില്ലേ, അത് ഞാനൊരു സിലിക്കോൺ മോൾഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ചൂട് ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഈ ഒരു ലെയറായിരുന്നു ഫസ്റ്റ് വരേണ്ടത്, അതിപ്പോൾ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ചൂട് മാറുന്നതിനനുസരിച്ചിട്ട് അത് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളത് രണ്ടാമത് ചൂടാക്കിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒരു നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് ഇടിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ഭാഗം ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചതാണ്. അതും നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പുഡിങ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്കത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ആ കണ്ടെയ്നറിൻ്റെ ലിഡിലേക്കാണ് ഇത് ആദ്യം നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്കും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് അതിൻ്റെ ആ ഒരു ലിഡിലേക്കാണ് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കുക. സിലിക്കോണിൻ്റെ മോൾഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡായിട്ട് കിട്ടും. പക്ഷേ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ കേക്ക് ടിന്ന് അതിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 2 ലെയറും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മാംഗോൻ്റെ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മളെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഈ ഒരു വാനില മാംഗോ പുഡിങ് കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പാക്കിങ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമ്മളതിൻ്റെ എല്ലാ ഭാഗത്തും സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നൈഫും അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 3-4 സ്പൂണും കൂടി ഇതിൽ വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് വാനിലേൻ്റെയും മാംഗോൻ്റെയും 2 ലെയറായിട്ടുള്ള പുഡിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാനില പുഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്, ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്കുള്ളത്, കേക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വന്ന ആ ഒരു മിസ്റ്റേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഈ ഒരു പുഡിങ് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ പുഡിങ് സാധാ രീതിയിൽ നമ്മൾ ട്രേയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കേക്ക് മോഡലിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജലാറ്റിൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും വരാം കേട്ടോ. മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാലും ഒരുപാട് മിസ്റ്റേക്കുകളൊന്നും വരാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്രയും ശ്രദ്ധിച്ച് വേണം. എല്ലാവരും പറയും വളരെ എളുപ്പമാണ് പുഡിങ് ഉണ്ടാക്കാൻ എന്നൊക്കെ. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫ്ലോപ്പായി പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ. പുഡിങ് ഉണ്ടാക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.